രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിലവിലെ വൈസ് പ്രസിഡന്റായ ഒ.ജെ. ജനീഷ് പുതിയ പ്രസിഡന്റ് ആകുമെന്നാണ് സൂചന. നിലവിലെ സീനിയർ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ദേശീയ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയൽ എന്നിവരുടെ പേരുകളായിരുന്നു സജീവമായ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നതോടെ മൂന്നാമതൊരാൾ എന്ന പരിഗണനയാണ് ഒ. ജനീഷിന് തുണയായിട്ടുള്ളത്. ഈഴവ സമുദായം എന്നതും തൃശൂർ ജില്ലയിൽ നിന്നുള്ള ജനീഷിന് തുണയായി. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ടിന്റെ പിൻബലമില്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിക്കാണ് സ്വാഭാവികമായും അവസരം ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങൾ പുറത്തു വന്നതിലും പ്രചരിപ്പിക്കപ്പെട്ടതിലും അബിന് പങ്കുണ്ട് എന്ന ഷാഫി ഗ്രൂപ്പിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അബിനെ പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനം. രമേശ് ചെന്നിത്തലയുടെ നോമിനി കൂടിയായ അബിൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ ഷാഫി ഗ്രൂപ്പ് നിസ്സഹകരിക്കുമെന്ന ഭീഷണി ഒരു വശത്തും സാമുദായിക പരിഗണനകൾ മറ്റൊരു വശത്തും പരിഗണിക്കപ്പെട്ടതോടെ അബിൻ പുറത്തായി. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അബിൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ KPCCയുടെയും KSUവിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസ് തലപ്പത്തും ഒരേ സമുദായക്കാർ എന്ന ആരോപണവും ഉയരും. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനയിലെ ഏറ്റവും ജനകീയ അടിത്തറയുമുള്ള നേതാവായ ബിനു ചുള്ളിയലിന് പാരയായത് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ കടുത്ത എതിർപ്പാണ്. ആലപ്പുഴ ജില്ലക്കാരനും ചെന്നിത്തലയുടെ ബൂത്തുകാരനും കൂടിയാണ് ബിനു. പക്ഷേ KC വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്ന ബിനുവിനെ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ഐ ഗ്രൂപ്പ് സ്വീകരിച്ചത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബിനു മത്സരിച്ചില്ലെന്നതും സാങ്കേതിക വാദമായി ഇവർ എടുത്തു കാണിക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുള്ളതിലും ബിനു ചുള്ളിയലിന്റെ 7 അയലത്ത് വരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ബിനുവിനെ പ്രസിഡന്റാക്കി കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പ് ഭാരവാഹികളെല്ലാം തന്നെ രാജിവെക്കുന്ന ഭീഷണി കൂടി വന്നതോടെയാണ് മാറി ചിന്തിക്കാൻ നേതൃത്വം തയ്യാറായത്. ഇതോടെയാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒ.ജെ. ജനീഷിന് സാധ്യത വർദ്ധിച്ചത്. മുൻ ഐ ഗ്രൂപ്പുകാരനാണെങ്കിലും KC വേണുഗോപാലായി അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ് ജനീഷ്. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായിരിക്കെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ മികവും ജനീഷിനുണ്ട്. തീരുമാനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന.